കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ ഉണ്ടാക്കാമെന്നാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസിന് കൃത്യമായ പാറ്റേണുകളുണ്ട്. അത് WH ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്താണ് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ പാറ്റേണും പറഞ്ഞതാണ്. ഈ പാറ്റേണിൽ മാത്രമേ നമുക്ക് മലയാളത്തിൽ ഏത് ഭാഷയിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായാൽ ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ കൃത്യമായിട്ട് ഈ രീതിയിൽ പറയാൻ പറ്റും. ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ IASVO പാറ്റേൺ ആണ്. ഒരു വെർബൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ASVO പാറ്റേൺ ആണ്. അതിൽ ഇൻ്ററോഗേറ്റീവ് വേർഡ്സ് ഉണ്ടാവില്ല. അതിന് ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മളൊരു WH ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു സെൻറ്റൻസ് ഞാൻ പറയുകയാണ് മലയാളത്തിൽ. നീ എപ്പോൾ ഉണരാറുണ്ട്. അപ്പോൾ എപ്പോൾ എന്ന് പറയുന്ന WH വേർഡിനെ നിങ്ങൾ ആദ്യം ഉപയോഗിക്കണം. വെൻ, എപ്പോൾ. പിന്നെ രണ്ടാമത് നമ്മൾ എന്ത് ഉപയോഗിക്കും? രണ്ടാമതായിട്ട് നമ്മൾ ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നീ ഉണരാറുണ്ട് എന്ന് പറയുന്നത് യു വേക്കപ്പ് ആണ്. അതായത് അതിൽ ഡു പ്ലസ് വേക്കപ്പ് ആണ് വേക്കപ്പ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഡൂവിനെ എടുത്തിട്ട് അങ്ങ് വെക്കുക. WH വേർഡ് കഴിഞ്ഞ് വിടണേ. വെൻ ടു, പിന്നെ സബ്ജക്റ്റ് യു, വെൻ ടു യു, പിന്നെ വെർബ് വേക്കപ്പ് ഇൻ ദ മോർണിംഗ്. വെൻ ടു യു വേക്കപ്പ് ഇൻ ദ മോർണിംഗ്. നീ എപ്പോൾ ഉണരാറുണ്ട്. നീ എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്. അടുത്ത ചോദ്യമാണ് നീ എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്. അപ്പോൾ അവിടെ WH വേർഡ് എന്താണ്? എത്ര മണിക്കൂർ. എത്ര മണിക്കൂർ, ഹൗ മെനി അവേഴ്സ്. WH വേർഡായി ഹൗ മെനി അവേഴ്സ്. പിന്നെ എന്താണ് വെക്കേണ്ടത്? അതിൽ ഓക്സിലറി വെർബിനെ എടുക്കുക. അപ്പോൾ എന്താണ്? യു ആയതുകൊണ്ട് തന്നെ ഉറങ്ങുക എന്നുള്ളത് യു സ്ലീപ്പാണ്. എന്താണ്? സ്ലീപ്പിനെ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡു കിട്ടും. അപ്പോൾ ഹൗ മെനി അവേഴ്സ് ഡു യു സ്ലീപ്പ്. നീ എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്. അതുപോലെ ഒരു സിമ്പിൾ പ്രസൻസിൽ മറ്റൊരു ചോദ്യം മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ മാറ്റുകയാണ്. അവൻ എത്ര ഗ്ലാസ് ചായ ഒരു ദിവസം കുടിക്കാറുണ്ട്. അവൻ്റെ ഹാബിറ്റ് എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ സിമ്പിൾ പ്രസന്റ് പറയുന്നത്. അവൻ എത്ര ഗ്ലാസ് ചായ ഒരു ദിവസം കുടിക്കാറുണ്ട്. ഹൗ മെനി ഗ്ലാസ് ഓഫ് ടീ. WH വേർഡ് കുറച്ച് വലിപ്പത്തിലുള്ളത്. ഹൗ മെനി ഗ്ലാസ് ഓഫ് ടീ ഹീ ഡ്രിങ്ക്സ് ടീ എന്ന് പറയും. അപ്പോൾ ഡ്രിങ്ക്സിനെ കട്ട് ചെയ്താൽ നമ്മൾ എന്ത് കിട്ടും? ഡ്രിങ്ക്സ് ഉണ്ടാവുന്നത് ഡസ് എന്ന ഓക്സിലറി വെർബ് ഡ്രിങ്ക് എന്ന ബി വേർഡിൻ്റെ കൂടെ ചേർത്താണ്. അപ്പോൾ എന്താണ്? കട്ട് ചെയ്താൽ ഡ്രിങ്ക്സിനെ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡസ് എന്ന ഓക്സിലറി വെർബ് കിട്ടും. ഇപ്പോൾ ഡസ് എന്ന ഓക്സിലറി വെർബ് നമുക്ക് കിട്ടാൻ നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഡസ് പ്ലസ് ഡ്രിങ്ക് ആണ് ഡ്രിങ്ക്സ് ആവുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഡ്രിങ്ക്സിനെ കട്ട് ചെയ്താൽ ഡസ് എന്ന ഓക്സിലറി നമുക്ക് കിട്ടും. സ്പ്ലിറ്റ് ചെയ്തെടുക്കലാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഗ്ലാസ് ഓഫ് ടീ ഡസ് ഹീ ഡ്രിങ്ക് ഇൻ എ ഡേ. അവൻ ഒരു ദിവസം എത്ര ഗ്ലാസ് ചായ കുടിക്കാറുണ്ട്. അടുത്തത് അവൾ എത്ര നേരം ഒരു ദിവസം പഠിക്കാറുണ്ട്. അവൾ പഠിക്കാറുണ്ട്. ഷീ സ്റ്റഡീസ്. ഇപ്പോൾ സ്റ്റഡീസിനെ കട്ടി നമുക്ക് ഡസ്സാണ് അതിൽ കിട്ടുക. ഇതിൽ WH വേർഡ് ഇതാണ്. എത്ര നേരം, ഹൗ ലോങ്. എത്ര നേരം, ഹൗ ലോങ് ഡസ് ഷീ സ്റ്റഡി ഇൻ എ ഡേ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സെൻറ്റൻസുകളും WH സെൻറ്റൻസുകളായ ഈ ക്വസ്റ്റ്യൻ സെൻറ്റൻസുകൾ, അതായത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റൻസിലാണ്. പ്രസൻറ്റ് കണ്ടീഷൻ ആണെങ്കിൽ അതിങ്ങനെയാണ് ഉണ്ടാവുക. അവൻ എത്ര നേരമായി കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ടിന്യൂസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അവൻ നീന്തിക്കൊണ്ടിരിക്കുകയാണ് കുളത്തിൽ നിന്ന് എന്ത് പറയും?
ഹി ഈസ് സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. അപ്പോൾ ഈ സ്വിമ്മിങ് ആണ് അതിൽ വെർബ്. ആ വെർബിൽ നിങ്ങൾക്ക് എന്താണ് ഓക്സിലറി വെർബിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസിലും അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റിലും, ഞാൻ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ല, സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റിലും മാത്രമേ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് അതിനെ കട്ട് ചെയ്യണ്ടേ, അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ നമ്മൾ ഈസിനെ അങ്ങ് വേർപെടുത്തിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വരിക. അവൻ എത്ര നേരമായി കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കണം. എത്ര നേരമായി, എത്ര നേരം എന്നുള്ളത് അതിലെ WH വേർഡാണ്. ഹൗ ലോങ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ് സ്വിമ്മിങ് ആണ് വെർബ്. അതിൽ ഈസ് എന്ന വെർബിനെ വെക്കുകയാണ് ഓക്സിലറി വെർബ്. അപ്പോൾ ഹൗ ലോങ് ഈസ് ഹി സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. എൻ്റെ കണ്ടിന്യൂസിലെ ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞു, WH ക്വസ്റ്റ്യൻസ്. അവൻ എത്ര നേരമായി കുളത്തിൽ നീന്തുകയാണ്. അവർ എത്ര നേരമായി കുളത്തിൽ നീന്തുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ മാറ്റുകയാണ്. എത്ര നേരമായി, ഹൗ ലോങ്. അവർ നീന്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ എന്താണ് പറയുക, ദേ ആർ സ്വിമ്മിങ്. അപ്പോൾ ആറാണ് അതിൽ ഓക്സിലറി ആയിട്ട് വരും. അപ്പോൾ എന്താണ്, ഹൗ ലോങ് ആർ ദേ സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. അടുത്തത് ഒരു കണ്ടിന്യൂസിലുള്ള സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ എത്ര നേരമായി കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൗ ലോങ് ആർ ചിൽഡ്രൻ പ്ലേയിങ്. മഴ എത്ര നേരമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൗ ലോങ് ഈസ് ഇറ്റ് റെയിനിങ്. അവൻ എത്ര നേരമായി നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൗ ലോങ് ഈസ് ഹി റീഡിങ് നോവൽ. അപ്പം ഇങ്ങനെയാണ് പ്രസൻറ്റ് കണ്ടീഷനിലുള്ള WH ക്വസ്റ്റ്യൻസ്. ഇതിന് ഹൗ ലോങ് വരാം, ഹൗ എന്ന് എങ്ങനെയെന്ന് വരാം, വാട്ട് എന്ന് പറയാം, വേറെന്ന് WH വേർഡ് വെക്കാം, ഹൗ മെനി, ഹൗ ഓൾഡ്, ഹൗ ഓഫൺ. ഇപ്പോൾ ഹൗ ഓഫൺ എന്ന് പറഞ്ഞാൽ എത്ര തവണ എന്നാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നീ ഒരു ദിവസം എത്ര തവണ ചായ കുടിക്കാറുണ്ട്. നമ്മളെ ഡെയിലി യൂസ് ചെയ്യുന്ന, നമ്മളെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്, ഒരു സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞത്. നീ ഒരു ദിവസം എത്ര നേരം ചായ കുടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എത്ര തവണ ചായ കുടിക്കാറെന്ന് അർത്ഥം. നീ ഒരു ദിവസം എത്ര തവണ ചായ കുടിക്കാറുണ്ട്. അപ്പോൾ എത്ര തവണ എന്നുള്ളതിന് ഹൗ ലോങ് അല്ല ഹൗ ഓഫൺ. ഹൗ ഓഫൺ ഡു യു ഡ്രിങ്ക് ടീ ഇൻ എ ഡേ. അപ്പോൾ അവിടെ എന്താണ്, എത്ര തവണ എന്നാണ്. നീ മാസത്തിൽ എത്ര തവണ ഇറച്ചി കഴിക്കാറുണ്ട്, അതായത് തിന്നാറുണ്ട്. ഹൗ ഓഫൺ ഡു യു ഈറ്റ് മീറ്റ് ഇൻ മന്ത് അല്ലെങ്കിൽ പെർ മന്ത്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസും പ്രസൻറ്റ് സിമ്പിളുമാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം വ്യത്യസ്തമായ WH വേർഡുകൾ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അപ്പോൾ ആരാണ് നിന്നെ പഠിപ്പിക്കുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ള ചോദ്യമാണ്, ആരാണ് നിന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഇതിലെ WH വേർഡ് ഹൂ ആണ്. ഈ ഒരു സെൻറ്റൻസിന് പ്രത്യേകതയുണ്ട്. ഇവിടെ ഹൂ എന്ന WH വേർഡ് തന്നെയാണ് ഇതിലെ സബ്ജക്റ്റ്. ഇതിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് യു ആണ്. ഇപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയാം. ഈ സെൻറ്റൻസിനെ മാറ്റുകയാണ്. ആര് നിന്നെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ പഠിപ്പിക്കുന്ന എന്ന് പറയുന്നത് ഹൂ ആണ്. അത് തന്നെയാണ് ഈ സെൻറ്റൻസിലെ WH വേർഡ്. അപ്പോൾ അതാണ് ഹൂ. പിന്നെ എന്താണ് വേണ്ടത്, നമ്മൾ ഓക്സിലറി വെർബാണ് വേണ്ടത്. അപ്പോൾ ക്രിയ ചെയ്യുന്ന ആൾ ഹൂ ആണ്, അത് സിംഗുലർ ആണ്. അപ്പോൾ ഹൂ ഈസ് ടീച്ചിങ് യു. ഇതാണ് ആര് നിന്നെ പഠിപ്പിക്കുകയാണെന്നുള്ളതിൻ്റെ കറക്റ്റായിട്ട് ഇംഗ്ലീഷ്. ഇതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് ഞാൻ ചോദിക്കുകയാണ്, നീ ആരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനായി വരുന്നത്, കൺഫ്യൂഷൻ അല്ല, അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം. നേരത്തെ ആരോ ഒരാൾ പഠിപ്പിക്കുന്നു, അയാളാണ് അതിന് സബ്ജക്റ്റ്. ക്രിയ ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ് ഉണ്ടാകുക. പഠിപ്പിക്കാന്ന് ക്രിയ ഏതോ ഒരു ഹൂ ആണ്, ആര് എന്നുള്ളതാണ്. ഇവിടെ
നീയാണ് സബ്ജക്റ്റ്, പറഞ്ഞിരിക്കുന്നത് നീയാണ്, അതായത് നീ ആരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചു ചോദിക്കുക അതിൻ്റെ രസം. അപ്പോൾ WH വേർഡ് ഇതിൽ എന്താണ്? ഹുമ്മാണ് വരിക. അതായത് ഹു അല്ല, ഹു സബ്ജക്റ്റീവ് കേസാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് കേസായ ഹുമ്മിലേക്ക് പോകണം. അപ്പോൾ WH വേർഡ് ആദ്യം എഴുതാണ്ട് തരവില്ലല്ലോ. അപ്പോൾ എന്ത് വേണം? ഇതിലെ ഹുമ്മിനെ നമ്മൾ എഴുതിയാണ് ഹും. അപ്പോൾ പഠിപ്പിക്കുന്ന ആൾ ആരാണ്? യു ആണ്. യു എപ്പോഴും സിംഗുലറും പ്ലൂറലും എടുക്കുന്നത് എന്താണ്? യു എപ്പോഴും കണ്ടിന്യൂസ് ആണെങ്കിൽ ഈസിന് പകരം ആറ് അടിക്കുക. അപ്പോൾ നീ ആരെ പഠിപ്പിക്കുകയാണെന്നുള്ള യു സിംഗുലർ ആണ്. പക്ഷേ എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് സിംഗുലർ സബ്ജക്റ്റായ യു എപ്പോഴും എടുക്കുന്നത് ആറിനെയാണ്. യു ആർ സ്റ്റഡിങ് എന്നല്ലാണ്ട് നീ പഠിക്കുകയാണെന്നുള്ളത് യു ആർ സ്റ്റഡിങ് ആണ്. അപ്പോൾ യു ആർ സ്റ്റഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ആറാണ് ഇതിൽ ഓക്സിലറി വെർബായിട്ട് എടുക്കേണ്ടത്. ചോദ്യം ഇതാണ്, ഒന്നുകൂടി ആവർത്തിക്കാം. നീ ആരെ പഠിപ്പിക്കുകയാണ്? ഇപ്പോൾ WH വേർഡിനെ നമ്മൾ ആദ്യം എഴുതണം. ഒന്നുകൊണ്ടാണ് ഈ WH വേർഡ്, ഈ സെൻറ്റൻസിലെ WH വേർഡ് എന്നത് ഒബ്ജക്റ്റ് കൂടിയാണ്. അപ്പോൾ ഹും. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, സബ്ജക്റ്റ് അനുസരിച്ചാണ് ഓക്സിലറി വെർബ് എടുക്കേണ്ടത്. ഹുമ്മല്ല ഇവിടെ തീരുമാനിക്കുന്നത് യു ആണ്. യു എപ്പോഴും സിംഗുലർ ആയാലും ഫ്ലൂറൽ ആയാലും യു ഓൾവേസ് ടേക്ക് ഫ്ലൂറൽ വെർബ്. ഇപ്പോൾ നമ്മൾ എന്താണ് ആറാണ് എടുക്കേണ്ടത്. ഹും ആർ യു ടീച്ചിങ്. ഹും ആർ യു ടീച്ചിങ്. ഇതാണ് നീ ആരെ പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടെ WH വേർഡ് തന്നെ ഇതിൽ ഒബ്ജക്റ്റ് ആവുന്നത്. മറ്റൊരു അവസരത്തിൽ WH വേർഡ് അതിൽ സബ്ജക്റ്റ് ആവുന്നത്. ഇതിന് തൊട്ട് മുമ്പിൽ പറഞ്ഞ എന്താണ്? ഹു ആണ് അതിലെ സബ്ജക്റ്റ്, യു ഒബ്ജക്റ്റ് ആണ്. ഒരു സെൻറ്റൻസ് കൂടി ഞാൻ പറയാം. ആര് അവനെ പഠിപ്പിക്കുകയാണ്? ആരവനെ പഠിപ്പിക്കുന്നു? ഹും ഈസ് ടീച്ചിങ് ഹിം. ഹും ഈസ് ടീച്ചിങ് ഹിം. എന്തുകൊണ്ടാണ് ഹും WH വേർഡ്? അല്ല, ഹൂ ഈസ് ടീച്ചിങ് ഹിം. ഹുമ്മല്ല, മാറിപ്പോയി. ഹൂ ഈസ് ടീച്ചിങ് ഹിം. ആര് അവനെ പഠിപ്പിക്കുകയാണ്. ഇതിനെ ഞാൻ മാറ്റുകയാണ്, പഠിപ്പിക്കുന്നയാളും മാറുകയാണ്. ഇവിടെ ഇനി അവൻ ആരെ പഠിപ്പിക്കുകയാണെന്ന് വരികയാണ്. ഇപ്പോൾ സബ്ജക്റ്റ് അവനാണ്. അപ്പോൾ എന്ത് വരും? WH വേർഡ് ഇതിൽ ഒബ്ജക്റ്റ് ആണ്, ഹുമ്മാണ്. ഹും ഈസ് ഹീ ടീച്ചിങ്. അവൻ ആരെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ വീഡിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസും പ്രസൻറ്റ് സിമ്പിളും ഉള്ള ക്വസ്റ്റ്യൻസുകൾ.